ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും അവർ ജേണി വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് തൃപ്പയാർ അമ്പലത്തേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി തൃപ്പയാർ അമ്പലത്തിൽ പോകാൻ. അപ്പോൾ അവിടുത്തെ പോയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് വഴിയെ പറയും. ഓക്കെ, ഇത് ഞാൻ തൃപ്പയാർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള വഴിയാട്ടോ. ശരിക്കുള്ള വഴിയല്ല, മെയിൻ റോഡ് പണി നടക്കുക. അപ്പോൾ ഇത് കോടന്നൂർ അമ്മടം പുള്ള് വഴിയാണ്. ഈ പുള്ള് പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കണ്ടില്ലേ, റോട്ടിലൂടെ റോട്ടിൽ വെള്ളം കണ്ടില്ലേ. വണ്ടി ഇങ്ങനെ പതുക്കെ പോകണം. രണ്ട് സൈഡ് പാടം വെള്ളം നിറഞ്ഞു. പുള്ളി ഏരിയാന്ന് പറയട്ടെ, പുള്ളിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയുണ്ട് പുള്ളിക്ക് പോകാൻ. ഞങ്ങളങ്ങനെ തൃപ്രയാർ ടെമ്പിളിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിട്ടോ. അത്യാവശ്യം ഇവിടെ കാർ പാർക്കിംഗ് കിട്ടുക. കാർ പാർക്കിങ്ങിന് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പോവാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് മറ്റേ വീഡിയോ അലൗഡ് അല്ല. ക്ഷേത്രത്തിൻ്റെ പുറത്താണ്, അതായത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള വീഡിയോകളാണ് കേട്ടത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ മീനൂട്ട് സ്ഥലമാണ് കേട്ടത്. ഇതാണ് വെടി വഴിപാട് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. വെടി വഴിപാട് നമുക്ക് എന്തൊക്കെയാണ് വഴിപാടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കവിടെ അവിടെ എഴുതി വെച്ചില്ല. അവിടെ പോയിട്ട് നമുക്ക് പൈസ കൊടുത്ത് റെസിറ്റ് എടുക്കണം എന്തൊക്കെ വഴിപാട് എന്ന് വെച്ചാൽ. വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ലെന്ന് അറിയിച്ചു. ഇത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു കായലാണ് കേട്ടോ. ഇത് നേരെ കണ്ടശങ്കടവ് അങ്ങനെ ഏനമാവ് പോയി ലാസ്റ്റ് കടലിൽ അവസാനിക്കും. വലിയൊരു കായലാണ്. ഞങ്ങളൊക്കെ തൊഴുതു ഇനി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ഞായറാഴ്ചയാണ്, പക്ഷേ ഇത് തിരക്ക് വളരെ കുറവാണ്. ഞായറാഴ്ചയും തിരക്ക് വളരെ കുറവാണ്. ചിലപ്പോൾ മഴ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ചു വന്നു. നമ്മളെല്ലാവരുടെ പേരിലും മക്കളെ പേരിലും എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ നടത്തി നമ്മളിതേ തിരിച്ചു തന്നെ. ഇവിടെ ചൂടുണ്ട്, മഴയുണ്ട്. മഴ കഴിയുമ്പോൾ നല്ല പുഴുക്കതാകെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ മൊബൈൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണൂടെ അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.